എറണാകുളത്തെ തോൽവിയിൽ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സർക്കാരിനെതിരെ വിമർശനം. സർക്കാരിന് എതിരെയുള്ള വികാരം വോട്ടിംഗിൽ പ്രതിഫലിച്ചെന്ന് അംഗങ്ങൾ പറയുന്നു. ഇടത് വോട്ടുകളിൽ കുറച്ച് BJPക്ക് കിട്ടിയെന്നും വിലയിരുത്തൽ വരികയാണ്. എസ് രാഗിനുണ്ട്. രാഗിൻ, സഭയിൽ അല്പസമയം മുമ്പാണ് സർക്കാരിന്റെ ജനവിരുദ്ധ വികാരം പ്രതിഫലിച്ചില്ല, അതല്ല വോട്ടിംഗിൽ കണ്ടതെന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുമ്പോഴാണ് പാർട്ടി അംഗങ്ങൾ തന്നെ അതിനെ ഖണ്ഡിക്കുന്നത്. എറണാകുളം ജില്ലാ കമ്മിറ്റി ഏതൊക്കെ വിഷയങ്ങൾ പരിശോധിച്ചു? വിശദമായ ചർച്ചകൾ ഉണ്ടായോ? പ്രജീഷ്, അംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ. അതായത് ഈ വമ്പൻ തോൽവി, 2,80,000-ഓളം വോട്ടിന്റെ തോൽവിയാണ് എറണാകുളത്ത് CPM-നെ നേരിട്ടത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനാണ് ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ നടന്നത്. അതിൽ ചില അംഗങ്ങൾ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം നാട്ടിലുണ്ട് എന്നത് തന്നെയാണ്. അത് ഇപ്പോൾ വോട്ടിംഗിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകൾ പലതും അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലെ അതൃപ്തിയാണ് പലരും പങ്കുവച്ചത്. അത്തരം അതൃപ്തിയുള്ളവർ നാട്ടിൽ ഉണ്ട് എന്നും അവർ വ്യക്തമാക്കി. ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പലരും ഉയർത്തിയത്. മാത്രമല്ല, സംഘടനാ ദൗർബല്യം തിരിച്ചടിയായിട്ടുണ്ട് എറണാകുളത്ത്. ചില നേതാക്കളുടെ അടക്കം പ്രവർത്തനങ്ങളും ബാധിച്ചിട്ടുണ്ട്. കൂടാതെ BJPയിലേക്ക് വരെ വോട്ട് പോയിട്ടുണ്ട്, ഇടത് വോട്ടുകൾ BJPയിലേക്ക് വരെ വോട്ട് പോയിട്ടുണ്ട് എന്ന കാര്യവും അവർ പങ്കുവച്ചു. എന്തായാലും വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയാണ് CPM-നെ എറണാകുളത്ത് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 90,000-ഓളം വോട്ടിന്റെ ചോർച്ച കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുണ്ടായി. കഴിഞ്ഞ തവണയും വലിയ തോൽവിയായിരുന്നു. അത് ഭേദപ്പെടുത്തുന്നതിനായാണ് ഇപ്രാവശ്യം ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. എന്നിട്ടും തോൽവിയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. പല വിഷയങ്ങളും ഉയർത്തിയെങ്കിലും ജനങ്ങൾ ഇത്തരം വിഷയങ്ങൾ ആണ് ശ്രദ്ധിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് വോട്ട് ചോർച്ച എന്നതാണ് പലരും പങ്കുവച്ചത്. അത്തരം അഭിപ്രായങ്ങളാണ് ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ഉയർന്നത്.